ഇത് UDF ആണ്, ഇത് ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ എന്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും MLA-മാരുടെയോ രാജാവാൻ ആരും ശ്രമിക്കണ്ട. അതിന് സമ്മതിക്കത്തില്ല, അത് നിന്നു കൊടുക്കുകയില്ല. പറഞ്ഞാൽ പ്രായവും സ്നേഹവും എല്ലാം വെച്ചുകൊണ്ട് എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ ഉത്തരവാദിത്വമില്ലേ ഞാൻ നിറവേറ്റാൻ പോയി. അതിന് എല്ലാ തെളിവുകളും മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ഒക്കെ തെറ്റിദ്ധാരണ മറുപടി പറയാം. പക്ഷെ എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ 4 പാർട്ടി മാറി വന്നെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരു പാർട്ടി രണ്ടാമത്തേലെ വന്നുള്ളൂ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ നല്ല വൃത്തിയായിട്ട് നിൽക്കാനുള്ള കഴിവ് ഞാൻ സമ്പാദിച്ച് നിന്നതിന് ശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ഞാൻ ഒരു പാർട്ടി മാറിയുള്ളൂ. ജീവിതകാലം മൊത്തം നിന്ന് എല്ലാ സംരക്ഷണവും കൊടുത്തവരെ വിട്ടേച്ച് വന്നതിന് കുഴപ്പമൊന്നുമില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലേ? ഇപ്പം വെറുതെ പറയിപ്പിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. വേറൊന്നുമില്ല. എല്ലാ സ്നേഹം കൊണ്ട് പറയുവാണ്. എന്നെ പറഞ്ഞാൽ, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അതിന് 3 ഇരട്ടിയായിട്ട് പറയും. കാരണം ഞാൻ ആരുടെയും ശമ്പളം മേടിച്ച് നിൽക്കുന്ന ആളല്ല. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് എനിക്ക് MLA ആയതിന്റെ എന്താണോ കിട്ടുന്നത് സർക്കാരിൽ നിന്ന് അതെല്ലാം അവിടുത്തെ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ നടപ്പാക്കും. അതുകൊണ്ട് എനിക്ക് ആരോടും പ്രത്യേക ഒരു മമതയില്ല. എവിടെയും കുട്ടനാടിന്റെ കാര്യത്തിന് വേണ്ടി സധൈര്യം എവിടെയും നിൽക്കും. ഇനിയും കുട്ടനാടിലെ വെള്ളം ഒഴുകി പോകേണ്ടത് പുള്ളി പറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെങ്കിൽ അവിടെ പോയി നോക്കും. പറ്റുമെങ്കിൽ അതും ചെയ്യും.